എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തൃശൂർ പൂരം പതിവിൻപടി തന്നെ. സുപ്രീം കോടതിയുടെ ഇളവ് പ്രകാരം പൂരം വെടിക്കെട്ട് നടത്താമെന്ന് ഹൈക്കോടതി. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചു. സംസ്ഥാനത്ത് വെടിക്കെട്ട് നിരോധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. നിയന്ത്രണം കൊണ്ടുവരും. പരവൂർ ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരട്ടെയെന്ന് ഹൈക്കോടതി. നടപടിക്കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറിയും DGPയും രണ്ടു തട്ടിൽ. പോലീസിന് വീഴ്ച വന്നെന്ന് ആഭ്യന്തര സെക്രട്ടറി. പോലീസ് കമ്മീഷണർക്കെതിരെ നടപടി വേണം. തെറ്റുപറ്റിയത് ജില്ലാ ഭരണകൂടത്തിനെന്ന് DGP. ഏകപക്ഷീയ നടപടി പാടില്ല. ശബരിമലയിൽ വെടിക്കെട്ട് നിരോധിക്കണമെന്ന് മേൽശാന്തിയും തന്ത്രിയും. പ്രധാനം ജനങ്ങളുടെ സുരക്ഷ. വ്യവസ്ഥ പാലിച്ചാൽ മാത്രമേ വെടിവഴിപാടിന് അനുമതി നൽകൂ എന്ന് പത്തനംതിട്ട കളക്ടർ. കളക്ടർക്ക് അജ്ഞതയെന്ന് ദേവസ്വം ബോർഡ്. ജമ്മുകാശ്മീരിലെ ഹന്ദ്വാരയിൽ സംഘർഷാവസ്ഥ അയവില്ല. സൈന്യത്തിന്റെ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം തുടരുന്നു. 4 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു. സൈനികൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം തള്ളി സൈന്യം. യാക്കോബായ സഭയിൽ കർക്കശ നടപടിയുമായി പാത്രിയാർക്കീസ് ബാവ. മെത്രോപൊലിത്തന്മാരുടെ സ്വകാര്യ സ്വത്ത് സഭയ്ക്ക് കീഴിലാക്കണമെന്ന് ഇഗ്നാത്യോസ് എഫ്രേം കരീം. സഭയിലെ തർക്കത്തിന് കാരണം സ്വകാര്യ സ്വത്തെന്ന് ആഗോള സിനഡ്. തൃശൂർ പൂരം ആചാരപ്രകാരം നടത്താൻ ഹൈക്കോടതി അനുമതി. 2007 സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഇളവ് പ്രകാരം പതിവ് പോലെ പൂരം വെടിക്കെട്ട് നടത്താം. പൂരം തൃശൂരിന്റെ സാംസ്കാരിക മനസ്സിന്റെ ഭാഗമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. പരവൂർ ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെയെന്ന് ഹൈക്കോടതി പറഞ്ഞു. പൂരം തൃശൂരിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവിലൂടെ രാത്രി വെടിക്കെട്ട് നിരോധിച്ചുവെങ്കിലും അതിൽ പുതുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള നിയമം പാലിക്കാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ 2007 തന്നെ സുപ്രീം കോടതി പൂരത്തിന് ഇളവ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ പൂരം വെടിക്കെട്ട് നടത്താമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. 2007 സുപ്രീം കോടതി വിധിക്ക് വിധേയമായിട്ടാണ് പൂരം വെടിക്കെട്ട് നടത്തേണ്ടത്. ശബ്ദ നിയന്ത്രണം ഉറപ്പുവരുത്തണം. നിരോധിക്കപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ക്ഷേത്രത്തിനോ പരിസരങ്ങളിലെ വസ്തുക്കൾക്കോ നാശനഷ്ടം സംഭവിക്കാതെ നോക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിക്ക് ഉറപ്പ് നൽകി. പൂരം അതിന്റെ ആചാരപ്പൊലിമ നഷ്ടപ്പെടാതെ നടത്താൻ അനുവദിക്കണമെന്ന് സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആന പരിപാലന ചട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന സർക്കുലർ സംസ്ഥാന സർക്കാർ കോടതിയിൽ തള്ളി. സർക്കുലറിലെ നിർദ്ദേശങ്ങളോട് യോജിപ്പില്ലെന്ന് AG കോടതിയെ അറിയിച്ചു. ഈ വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തു. അതേസമയം പരവൂരിലെ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. മെയ് 18-ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണം. ഈ ഘട്ടത്തിൽ CBIക്ക് കേസ് കൈമാറേണ്ടതില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, അനൂഷ് ശിവരാമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. റിപ്പോർട്ടർ, കൊച്ചി. ഹൈക്കോടതി വിധിയെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്തു. ആചാരപ്രകാരം തന്നെ പൂരം നടക്കും. നാളെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. പൂരം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ നടത്തിയ ഉപവാസ സമരത്തിന്റെ ആലസ്യത്തിലായിരുന്നു തെക്കേ ഗോപുരനടയിലെ സമരവേദി. ഒടുവിൽ വിധിയെത്തി. വെടിക്കെട്ട് ഉപാധികളോടെ നടത്താം. ഇതോടെ സമരവേദി ആഹ്ലാദാരവങ്ങൾക്ക് വഴിമാറി. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. സഹകരിച്ച മുഖ്യമന്ത്രിക്കും കക്ഷി നേതാക്കൾക്കും നന്ദി. 2007 സുപ്രീം കോടതി വിധി പ്രകാരം ഇളവുകൾ അനുവദിക്കാം, സമയത്തിൻ്റെ കാര്യത്തിൽ ഇളവുകൾ അനുവദിക്കാം എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ആ വിധി അംഗീകരിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തികച്ചും സന്തോഷകരമായ ഒരു തീരുമാനമാണ് അത്. ഞങ്ങളെല്ലാവരും ഇതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്തുണ നൽകാൻ എത്തിയ ഈ പന്തലിലെത്തിയ വ്യക്തികൾ അത്രയധികമാണ്. അത്രയും പ്രമുഖരെ, ആ കൂട്ടായ്മ, അതിൻ്റെ ഒരൊറ്റ വിജയമാണ് നാം ഇന്ന് കണ്ടത്. സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുനരാരംഭിച്ചു. നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നാളെ കാലത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. തൃശ്ശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ VV രാജേഷ്, ശ്രീ V ശശികുമാർ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ S ഗുരുവായൂരപ്പൻ, വന്യജീവി പ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അഭിഭാഷകൻ ഹരീഷ് വാസുദേവനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ ശശികുമാർ, നമ്മുടെ നാട്ടിൽ ഒരു മഹാദുരന്തമുണ്ടായി.
112 പേർ മരണത്തിന് കീഴടങ്ങിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവവികാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ തൃശൂർ പൂരം അടക്കം നടക്കുമ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾ കർക്കശമായി പാലിക്കണം എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൽ വരികയും അതിനനുസരിച്ചുള്ള ചില നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത്. അതിനെ ഇപ്പോൾ ശക്തമായ വികാരമുയർത്തി സംഘടിതമായ നീക്കങ്ങളിലൂടെ പരാജയപ്പെടുത്തി എന്നുള്ളതാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലുമല്ല. അങ്ങനൊരു വിചാരം ഞങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂരിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന തൃശ്ശൂർ പൂരം വളരെ സുരക്ഷിതമായി നടത്താൻ വേണ്ട സൗകര്യം ഒരുക്കി തരണമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഇവിടുത്തെ കക്ഷി നേതാക്കന്മാരോടും ബഹുമാനപ്പെട്ട കോടതിയിലും ആവശ്യപ്പെട്ടത്. അത് ഒരു വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പ്രശ്നമല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ആചാരത്തിൻ്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന തൃശ്ശൂർ പൂരം അതിനൊരു തടസ്സമുണ്ടാവരുത് എന്നൊരു വിചാരം മാത്രമാണ് തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും, ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദമെന്നെ എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിൽ അങ്ങനെ മാത്രമാണോ ശ്രീ ശശികുമാർ? ഇന്ന് അവിടെ ഉപവാസ സമരം നടത്തിയപ്പോൾ ഉയർന്ന ഒരു ബോർഡ്, ഞങ്ങളുടെ പൂരം ഞങ്ങൾക്ക് ഇക്കുറി നടത്താനാകുന്നില്ല എങ്കിൽ ഏപ്രിൽ മാസത്തിൽ അതാണ് നടക്കുന്നത് എങ്കിൽ മെയ് മാസത്തിൽ ഞങ്ങളുടെ വോട്ടിന് വേണ്ടി ഇങ്ങോട്ടാരും വരേണ്ട എന്നാണ്. അതുപോലെ തന്നെയാണ് പൂരം തകർക്കാൻ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്ന ആരോപണം. ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്, ഇത് പാലിക്കണം എന്ന നിർദ്ദേശം നൽകുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതിനെ ഇങ്ങനെയുള്ള വൈകാരികമായ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചു, അതിൽ വിജയിച്ചു. ഒരിക്കലുമല്ല. അതായത് തൃശ്ശൂർ പൂരം നടത്താൻ സാധിച്ചില്ല എങ്കിൽ അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വികാരപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള എല്ലാ ജനങ്ങളും, അത് തൃശ്ശൂരിൻ്റെ അല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ ഒരു വികാരം എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട്, സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവർക്ക് വോട്ട് തൃശ്ശൂർ പൂരം നടത്താൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ് അതിന് വേണ്ട സൗകര്യം ചെയ്തു തരേണ്ടത്. സർക്കാർ തന്നെയാണ് അതിന്റെ സൗകര്യം ചെയ്തു തരേണ്ടത്. ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് സൗകര്യം ചെയ്തു തരേണ്ടത്. അത് പറയുന്നതിൽ ഒരു വികാരക്കുറവോ അല്ലെങ്കിൽ ഒരു വിചാരക്കുറവോ ഞങ്ങൾക്കില്ല. അത് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നു. അത് തൃശ്ശൂരിന്റെ ഒരു വികാരം തന്നെയാണ്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ, 2007 പാറമേക്കാവ് ദേവസ്വം സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ ഇളവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നേരത്തെ നിശ്ചയിച്ചതുപോലെ നടത്താനുള്ള അനുമതി നൽകുന്നത്. അവിടെ ഒരു ഇളവിൻ്റെ ആനുകൂല്യം ഈ ദേവസ്വങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുപോലെ തന്നെ ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നാട്ടാന പരിപാലന ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചും മറ്റു പൂരങ്ങളെ സംബന്ധിച്ചും കാലാകാലങ്ങളായി ഇളവ് കൊടുക്കാറും ഉണ്ട്. എല്ലാ പരിപാടികളും നേരത്തെ എങ്ങനെ നടക്കുമെന്ന് കരുതിയോ അതുപോലെ തന്നെ നടക്കുകയാണ്. കുറേ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ലയിച്ചുപോയി എന്നുള്ളതല്ലാതെ പരവൂർ ദുരന്തത്തിന് ശേഷം എന്തെങ്കിലും പാഠം കേരളത്തിൻ്റെ സമൂഹം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയില്ല. കാരണം ഈ ദുരന്തമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് വി ചിദംബരേഷ് ഒരു നടുക്കം രേഖപ്പെടുത്തുകയും അദ്ദേഹം സ്വമേധയാ ഒരു കത്തെഴുതി ഒരു കേസിന് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഈ നടുക്കം അല്ലെങ്കിൽ ഞെട്ടൽ എല്ലാം രേഖപ്പെടുത്തുകയും അത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ ചർച്ച ഡൈല്യൂട്ട് ചെയ്ത് ഇത് നേരത്തെ എങ്ങനെയാണോ കേരളത്തിൽ ഈ നിയമങ്ങൾ നടപ്പായത് അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ചർച്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ടത്തിന്റെ നീതിയാണ് ഇവിടെ നടക്കുന്നത്. റൂൾ ഓഫ് ലോ അഥവാ നിയമസംഹിത, നിയമവ്യവസ്ഥ എന്നത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ നടപ്പാകാത്ത തരത്തിൽ, നോക്കുകുത്തിയാവുന്ന തരത്തിൽ, ഒരു പേപ്പർ പുലിയാവുന്ന തരത്തിലാണ് നമ്മുടെ കേരളത്തിൽ ആനകളുമായി ബന്ധപ്പെട്ട നിയമം, മത സംഘടനകളുമായി ബന്ധപ്പെട്ട നിയമം നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ അഥവാ ശബ്ദ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം തന്നെ നടക്കുന്നത്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാം. തൃശ്ശൂർ പൂരം അതിന്റെ ഏറ്റവും അവസാനത്തെ നമ്മുടെ ഈ ചർച്ച നടക്കുന്ന ഒരു കാലയളവിലുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ള കോളാമ്പിയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയത്തിലും ഹിന്ദു അമ്പലങ്ങളിലും ഉപയോഗിക്കുന്നത്. ഉത്സവം എന്ന പേരിൽ നടക്കുന്ന കർണകഠോരമായ ശബ്ദ മലിനീകരണമാണ് കേരളം മുഴുവൻ ഉത്സവങ്ങളുടെ പേരിൽ നടക്കുന്നത്. അത് തന്നെയാണ് ഇലക്ഷൻ കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരോധിച്ചിട്ടുള്ള മൈക്കുകൾ ഉപയോഗിക്കുകയും അത് 120 ഡെസിബിൽ കൂടുതൽ കർണകഠോരമായ രീതിയിൽ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുകയും ആശുപത്രിയെന്നോ കോടതിയെന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ ഈ നിയമലംഘനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
72-ൽ 86-ൽ കൊണ്ടുവന്ന ഒരു നിയമം നമുക്കുണ്ട്, കൺസർവേഷൻ ആക്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 30-40 വർഷക്കാലമായി ഒരാൾ പോലും ഇവിടെ ശബ്ദശല്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടില്ല. ഒരു ഉത്സവം നടത്തിയതിന്റെ പേരിലും അമിത എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരാളെ പോലും നമ്മൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ നിയമം ഒരു വശത്തും അതിന്റെ നടപ്പാക്കൽ മറുവശത്താണ്. ആൾക്കൂട്ടം ഇങ്ങനെ ജനങ്ങളോട് ഒരു വിഭാഗം ജനങ്ങളെ സംഘടിപ്പിക്കുകയും ആനക്കമ്പക്കാരും അല്ലെങ്കിൽ കുറച്ച് ആന കച്ചവടക്കാരും അതിന്റെ പിന്നിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ എക്സ്പ്ലോസീവ്സും ഇതെല്ലാം ഒരു വശത്ത്, ഇതിനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പൂരസ്നേഹികളായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ, അതിന്റെ പുറത്താണ് ഈ സാധാരണക്കാരുടെ ശബ്ദം, തൃശ്ശൂർ പൂരത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ ശബ്ദം, അല്ലെങ്കിൽ നേരത്തെ പരവൂരിൽ പരാതി കൊടുത്ത ആ പാവം പങ്കജാക്ഷിയമ്മ ശബ്ദം. അതെ, തീർച്ചയായും തുടരണം ഹരീഷ് വാസുദേവൻ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് എല്ലാ കക്ഷികളും യോജിച്ചാണ് വെടിക്കെട്ടുകൾ നിരോധിക്കുകയല്ല നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്ന ഒരു തീരുമാനമെടുത്തത്. വെടിക്കെട്ടുകൾ നിയന്ത്രിക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കാലാകാലങ്ങളായി ഒരു നിയന്ത്രണ ഉത്തരവും നടപ്പാക്കാൻ റവന്യൂ അധികൃതർക്കോ പോലീസുകാർക്കോ കഴിയാറില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാര്യവും അറിയാമല്ലോ. അധികാര കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള ആരാധനാലയങ്ങളുടെ മുൻപിൽ കർശനമായ നിയമവ്യവസ്ഥകളൊന്നും നടപ്പാക്കുന്ന കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കാറില്ല, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത് കഴിയാറില്ല. ഇപ്പോൾ ഇങ്ങനെ നിയന്ത്രണ സംവിധാനങ്ങൾ കർക്കശമാക്കും എന്നൊരു സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്തതുകൊണ്ട് ഈ നാട്ടിൽ എന്ത് മാറ്റമാണ് വരിക? അല്ല, ഈ ചർച്ചയ്ക്ക് വിഷയമായത് പരവൂരിലെ ദുരന്തമാണ്. ആ പരവൂരിലെ ദുരന്തത്തിന് ഉത്തരവാദികളായ ആൾക്കാരുടെ മേൽ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് അറച്ചു നിൽക്കുന്നു. കളക്ടർ ഈ കമ്പക്കെട്ട് നടത്തരുത് എന്ന് പറഞ്ഞ് നിരോധിച്ചൊരു കാര്യം കളക്ടറുടെ കൂടെ അത് നടപ്പാക്കാൻ ബാധ്യതയുള്ള പോലീസ് കമ്മീഷണറും പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാക്ഷിയായി നിന്ന് അത് നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടില്ലേ 107 ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായത്? ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച് ചത്തതിനൊത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലെത്തിയത്. ആ ഉത്തരവാദികളുടെ ആയവരുടെ പേരിൽ എന്തോ നടപടി ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇവിടെ നിരോധനമാണ് മാർഗമെന്ന് ഞങ്ങൾ പറയുന്നില്ല, എല്ലാത്തിനും നിരോധനമല്ല. എവിടെയെങ്കിലും ഒരു റോഡ് ആക്സിഡൻ്റ് ആയാൽ അത് ഉടനെ തന്നെ അതിൽ ഇവിടെ വണ്ടി ഓടിക്കണമെന്ന് തീരുമാനിക്കാൻ ഒക്കുമോ? ഒരു ബോട്ട് അപകടം ഉണ്ടായി, ബോട്ട് സർവീസേ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുമോ? അപ്പം നിരോധനമല്ല, മറിച്ച് നിയന്ത്രണം വേണം, നിയമവിധേയമായി നടത്തും. ഇവിടെ തന്നെ 45 ഡെസിബലിനപ്പുറമുള്ള ശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അത് ഇവിടെ 145-നും 170-നും ആളുകളുടെ കാത് പൊട്ടത്തക്ക വിധത്തിൽ ഇതേപോലെ അപകടം സംഭവിക്കുന്ന വിധത്തിലുള്ള പടക്കങ്ങൾ പൊട്ടിച്ചാൽ ആ പൊട്ടിച്ചതിനെ നിയന്ത്രിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ നോക്കുകുത്തികളെ പോയി ഇരുന്നാൽ ഇതിന്റെ അപ്പുറവും സംഭവിക്കും. അല്ല, ഇതിൽ ഈ ഡെസിബലിന്റെ കണക്കൊക്കെ പറയുന്നുണ്ടോ? പരവൂരിൽ പോകട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലും നിബന്ധന പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? ഇതിപ്പോൾ ഈ സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സർക്കാർ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ ഏത് സർക്കാർ ഭരിച്ചാലും നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെയാണ്. ഈ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ചില്ല. ഇനി അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ തന്നെ ആരാധനാലയങ്ങളുടെ വിഷയങ്ങളിലൊന്നും ഒരു ചുക്കും ഈ നാട്ടിൽ നടക്കുകയുമില്ല. അവിടെയാണ് ഈ നിരോധനം എന്ന ആവശ്യം തന്നെ പ്രസക്തമാകുന്നത്. DGP തന്നെ പറഞ്ഞല്ലോ, നിയന്ത്രിക്കാൻ ധാരാളം നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിരോധിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് DGP പോലും പറയുന്നല്ലോ. DGP നിരോധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? DGPയുടെ അനുഭവത്തിൽ നിന്ന് ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ നിരോധനമല്ലാതെ നിയന്ത്രണങ്ങൾ പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവുമില്ല. ആ സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം. ഇതിൻ്റെ പ്രഹരശേഷി, ഇതിൻ്റെ ശബ്ദമലിനീകരണം, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു പൊതുയോഗം ഒരു രാഷ്ട്രീയ പാർട്ടി നടത്താൻ വരുമ്പോൾ മൈക്ക് പെർമിഷൻ ഉണ്ടാകുന്ന ചോദിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ വരുമല്ലോ. മൈക്കിൻ്റെ പെർമിഷൻ വാങ്ങാതെ ഒരു പൊതുയോഗം നടത്താൻ സാധിക്കുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക്? ഇവിടെ ഒരു പെർമിഷനുണ്ട്. ആരാണ് ഇതിന് പെർമിഷൻ കൊടുത്തത്? ലൈസൻസ് ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ ഇതെല്ലാം കൊണ്ട് നടത്തരുതെന്ന് കളക്ടർ ഒരു ഉത്തരവിട്ടതിന് ശേഷവും അത് നടത്താൻ അനുമതി കൊടുത്തവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഇതിന് മിനിമൈസ് ചെയ്യാമോ? അങ്ങനെ ആ ഉത്തരവ് അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുത്ത് നടപടി സ്വീകരിച്ചാൽ വേറൊരു ഉദ്യോഗസ്ഥൻ ഇതേപോലെ നടത്താൻ സമ്മതിക്കുമോ? ശരി, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, നിയമം ഇഷ്ടം പോലെ രാജേഷ്. എല്ലാ കക്ഷികളും ഇക്കാര്യത്തിൽ നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കണം എന്ന നിലപാടെടുക്കുന്നവരാണല്ലോ. അതേസമയം
കർശനമായ നിരോധനം വേണം എന്ന് ആരും ആവശ്യപ്പെട്ട് കാണുന്നും ഇല്ല. ഈ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി നടപ്പാക്കാനാവുക എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപമുണ്ടോ? ആരാണ് നടത്തേണ്ടത്? ഇപ്പോൾ തൃശ്ശൂർ പൂരം സംബന്ധിച്ച് അവിടെ വെടിക്കെട്ട് നിരോധിക്കുകയല്ല ഉണ്ടായത്. അവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ ഉണ്ടായപ്പോൾ, അതുപോലെ വനം വകുപ്പിൽ നിന്ന് ചില നടപടികൾ ഉണ്ടായപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പ്രതിഫലനം? ഉടൻ തന്നെ ആ നടപടിയെടുത്ത ഉദ്യോഗസ്ഥരെ വിമർശിക്കുക, ഇത് ഈ പൂരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന് പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ കൂട്ടായ്മകളും പ്രതിഷേധങ്ങളും ഉണ്ടാകുക. ഒടുവിൽ സർക്കാരിന്, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അങ്ങോട്ട് പോയി ചർച്ച നടത്തി ഒരു പ്രശ്നവുമില്ല, ഈ പൂരം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തണമെന്ന് കൈകൂപ്പേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന നിയന്ത്രണങ്ങളുടെയൊക്കെ ഗതി ഇതാണ്. കുറേ കാലം കൊണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സർക്കാർ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളുടെ പേരിൽ ആരാധനാലയങ്ങളിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നടന്നു വന്ന ആരാധനാക്രമങ്ങളെയും ആഘോഷങ്ങളെയും തടസ്സപ്പെടുത്തുവാനുള്ള ഒരു ആസൂത്രണ നീക്കവും ചർച്ചയും നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. പുൽമേട് ദുരന്തം നമുക്ക് ഒഴിവാക്കാമായിരുന്നതാണല്ലോ. പുൽമേട് ദുരന്തം നടക്കുന്നതിന് മുൻപ് ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ അവിടെ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം, അതോടൊപ്പം തന്നെ പുലികളി തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ്, കേരളത്തിൻ്റെ വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല കേരളത്തിൻ്റെ ഒരു വികാരമാണ്, തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ആറന്മുള വള്ളംകളി, അങ്ങനെ കേരളത്തിൽ പല പ്രദേശങ്ങൾക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന തനതായിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്, കലാരൂപങ്ങളുണ്ട്, ആരാധനാക്രമങ്ങളുണ്ട്. പല പള്ളികളിലും മോസ്കുകളിലും ഇത്തരത്തിലുള്ള ആരാധനാ രീതികളുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കില്ല. മാറ്റിവെച്ചു കഴിഞ്ഞാൽ പൂരം മാറ്റിവെച്ചുകൊണ്ടുള്ള തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂർണ്ണമാവുകയില്ല. ഇതൊരു വസ്തുതയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. മകരവിളക്ക്, ശബരിമല തീർത്ഥാടനം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ലക്ഷോപലക്ഷം ആൾക്കാർ, പല സ്വഭാവത്തിലുള്ളവർ, പല ജീവിതചര്യയിലുള്ളവർ, പല കുടുംബത്തിൽ നിന്നും വരുന്നവർ, പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ, ഇങ്ങനെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ ഒത്തുകൂടുന്ന ഈ സ്ഥലത്ത് കർശനമായ നിർദ്ദേശത്തോടുകൂടി അധികാരികൾ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ ആഘോഷങ്ങൾ നടത്തുക എന്നുള്ള ഒരു തീരുമാനമെടുത്താൽ തന്നെ പ്രശ്നം അവസാനിക്കും. ഓല കൊണ്ട് ശരി. ശ്രീ ശശികുമാർ, നോക്കൂ, എന്തായിരുന്നു തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇത്തവണ വന്ന ഒരു നിർദ്ദേശം? അത് ഹൈക്കോടതി വിധിയുടെ കൂടി, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ശബ്ദ തീവ്രത ഒഴിവാക്കിക്കൊണ്ട് വർണ്ണവിസ്മയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കരിമരുന്ന് കലാപ്രകടനം നടത്തുക എന്നുള്ളതാണ് അത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു രാത്രികളിലെ വെടിക്കെട്ട് ഒഴിവാക്കണം എന്നുള്ളത്. ആ അർത്ഥത്തിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് പരമാവധി ഈ അപായകരമായ മാരകമായ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ വർണ്ണവിസ്മയം പരമാവധി ആളുകളെ ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒന്ന് പുനഃക്രമീകരിക്കാമായിരുന്നില്ലേ? അതിന് പകരം എന്തുകൊണ്ടാണ് ഈ വികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കളി കളിച്ചത്? അതായത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 36 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ഉത്തരവുകൾ വന്നു. ഒന്ന്, ബഹുമാനപ്പെട്ട വനം വകുപ്പ് ഒരു ഉത്തരവിറക്കി. കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആനകളെ ഉപയോഗിക്കാൻ പാടില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അറിയാവുന്ന ആർക്കും അറിയാം കാലത്ത് എത്ര മണിക്കാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കുക, എത്ര മണിക്കാണ് തെക്കോട്ടിറക്കം, എത്ര മണിക്കാണ് പൂരം തിരിച്ച് അതാത് ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ചടങ്ങ് നടത്താൻ സാധിക്കില്ല. രണ്ടാമത്, രാത്രിയാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്. രാത്രി സമയത്ത് വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം നടത്താൻ പാടില്ല. അതിന് വേറെ, അതായത് കാലത്ത് എഴുന്നള്ളിപ്പ് നടത്താൻ പാടില്ല, രാത്രി വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം നടത്താൻ പാടില്ല. അത് വളരെ ലളിതമായി അതിനെ കാണുന്നു. രാത്രി വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്നുള്ളതല്ലോ, മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. രാത്രി തീവ്ര ശബ്ദത്തോടുകൂടിയുള്ള വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്നാണ്. അത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവായിരുന്നു. ഇന്ന് സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് ഇളവ് നേടി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ദേവസ്വങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കാവുന്ന ഒന്നായിരുന്നുവല്ലോ അത്. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് വർണ്ണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കലാവിസ്മയമാകാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതല്ലാതെ വേണ്ട എന്നായിരുന്നില്ല.
അതായത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഒരു ദിവസം കാലത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതായത് അന്നത്തെ ദിവസം അളന്ന് നോക്കിക്കൊണ്ട് ഇന്ന സാധനങ്ങളെ തൂക്കം നോക്കിക്കൊണ്ട് അതാത് ദേവസ്വത്തിന് കൊടുക്കും. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ? തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം എത്രയോ മാസത്തെ പ്രവർത്തനത്തിന്റെ പണിയുടെ ഭാഗമാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് പൊട്ടുന്ന ആ വെടിക്കെട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു തലേ ദിവസം നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കാവുന്ന കാര്യമാണ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷെ അതിന്റെ തീവ്രത കുറയ്ക്കണമെങ്കിൽ അത് ചർച്ച ചെയ്യണം. അതിന് ബന്ധപ്പെട്ട സർക്കാരും മറ്റുള്ളവരുമായിട്ട് ദേവസ്വങ്ങളുമായി ചർച്ച ചെയ്ത്, തൃശ്ശൂർ പൂരം മാത്രമല്ല, നമുക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലും കടുംപിടുത്തമില്ല. നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം നമുക്ക് വളരെ ആലോചിച്ച് ചെയ്യാമല്ലോ. തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം വന്നുകൊണ്ട് വെടിക്കെട്ട് പാടില്ല അല്ലെങ്കിൽ അത് നിരോധിക്കണം എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തോടും നിങ്ങൾക്ക് എതിർപ്പാണോ? അതായത് തഹസീൽദാർ ഈ വെടിക്കെട്ട് പുരയുടെ താക്കോൽ സൂക്ഷിക്കുന്നു, അതിനുശേഷം 2 ദേവസ്വങ്ങൾക്കും 2 ടൺ വീതം കരിമരുന്ന് കത്തിക്കാനാണ് അനുവാദമുള്ളത്. അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ കരിമരുന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥങ്ങളുടെ കാര്യത്തിലൊക്കെ എക്സ്പ്ലോസീവ്സ് വിദഗ്ധരുടെ അടക്കം പരിശോധനയ്ക്ക് ശേഷം ഈ കരിമരുന്ന് സാമഗ്രികൾ പൊട്ടിക്കാനായി വിട്ടു നൽകുക എന്നുള്ളതായിരുന്നു പദ്ധതി. അതിനെയും അംഗീകരിക്കില്ല എന്നാണോ? അല്ല, അത് ദേവസ്വങ്ങൾ ചർച്ച ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി, ആഭ്യന്തരമന്ത്രി ഇവരെല്ലാവരും നാളെ തൃശ്ശൂർ വരുന്നുണ്ട്. വളരെ വിശദമായിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കുമല്ലോ. വിവിധ ദേവസ്വം ഭാരവാഹികളും ഇതായിട്ട് ബന്ധപ്പെട്ട് പൂരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും ഉണ്ടായിരിക്കും. ചർച്ച ചെയ്യട്ടെ, അതിലെന്താണ് വേണ്ടതെന്ന് ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. ചർച്ച ചെയ്യട്ടെ എന്നുള്ളതേ ഉള്ളൂ. ശ്രീ ഇങ്ങനെയാണ് നിയന്ത്രണങ്ങളുടെ അവസ്ഥ. 2000 കിലോഗ്രാം വീതം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് കരിമരുന്ന് കലാപ്രകടനം നടത്താനായി കൊടുക്കാം എന്നുള്ളതാണ് അനുമതി. അതിൻ്റെ അളവിൻ്റെ കാര്യത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റ് പോലെയുള്ള നിരോധിത വസ്തുക്കൾ ഈ കരിമരുന്നിൽ കലർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ അളവിൽ കൂടുതൽ പൊട്ടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ കർശനമായ പരിശോധന നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. അത് നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. നാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃശ്ശൂരിൽ പോയി ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഈ പറയുന്ന നിയന്ത്രണങ്ങളിലും ഇളവ് വന്നേക്കാം. അല്ലാതെ ഈ നിയന്ത്രണങ്ങളൊന്നും പാലിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ പിന്നെയും പറയുകയാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന്. ആര് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എവിടെ നിയന്ത്രണം നടപ്പാക്കും? ഇവിടെ തൃശ്ശൂർ പൂരവുമായി അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ കർശനമായ നിയന്ത്രണം നടപ്പാക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാർ, കളക്ടർ, പോലീസ് മേധാവികൾ ശ്രമിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഓരോ വസ്തുക്കളുടെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പരിശോധിച്ച് ഓരോ അമിട്ടും കുഴിച്ചിടുന്നതിൻ്റെ ആ കുഴികളടക്കം കളക്ടർ ഉൾപ്പെടെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് തൃശ്ശൂർ പൂരം നടത്തുന്നതെന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രഹരശേഷി കൂടുതലുള്ള സോഡിയം സൾഫേറ്റ് കൂടുതൽ ചേർത്തുള്ള അത്തരം കാര്യങ്ങൾ പോലും പരിശോധിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പ്ലോസീവ് ഡയറക്ടറേറ്റ് ഉണ്ട്, അതിൻ്റെ പരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാണ്. അതേപോലെ ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനയ്ക്ക് വിധേയമായി അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രമേ കമ്പക്കെട്ട് നടത്താൻ പാടുള്ളൂ. അങ്ങനെയാണ് അവിടെ ചെയ്തു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞാൽ നിയമത്തെ മറികടന്നുകൊണ്ട് ആളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ്. അത് ഏത് ആചാരത്തിൻ്റെ പേരിൽ പറഞ്ഞാലും ശരി തന്നെ, ആളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം ആചാരത്തിനൊന്നുമില്ല. ആചാരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ അനുവദിച്ചു കൊടുക്കാനും സാധിക്കില്ല. ഇവിടെ നിരോധിച്ചതിന് ശേഷവും ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി 107 ആളുകളെ കശാപ്പ് ചെയ്ത കൊലക്കുറ്റത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസെടുത്താൽ ഇവരിതെല്ലാം കർശനമായി പോയി നിന്ന് പരിശോധിച്ച് അതിനപ്പുറമുള്ളതിനെ തടയപ്പെടും. അത് ശരിയാണ്. ഇന്നലെ നാട്ടാന പരിപാലന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു വനം വകുപ്പ്. ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് അത് പിൻവലിക്കുകയാണ് എന്ന് വനം മന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കി. ഇനിയിപ്പോൾ ഈ കരിമരുന്ന് കലാപ്രകടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി അവിടെ എത്തുമ്പോൾ ഈ ദേവസ്വങ്ങളുമായി ചർച്ച നടത്തുമ്പോൾ മാറുമോ എന്നറിയില്ല. അത്തരത്തിൽ
ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ഒക്കെ കാര്യത്തിൽ പാലിക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ കാലാവസ്ഥയാണോ കേരളത്തിൽ? അങ്ങനെയാണല്ലോ ഇത് കരുതേണ്ടതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത്. അത് മതങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. ഇപ്പൊ തിരുവനന്തപുരത്ത് പൊങ്കാല നടക്കുമ്പോൾ ഒക്കെ നടക്കുന്നത് നഗ്നമായ ലംഘനമാണ്. അങ്ങനെ ഏത് മതസ്ഥാപനങ്ങളുടെയും ശക്തമായ അവരുടെ ശക്തമായ പ്രദേശങ്ങളിൽ അവരുടെ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി പിന്നീട് നടക്കുന്ന, നമുക്കറിയാം സുപ്രീം കോടതി ലൗഡ് സ്പീക്കർ കോളാമ്പി നിരോധിച്ചിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം മത സംഘടനകളുടെ മതം പ്രോത്സാഹിപ്പിക്കാനുള്ള ഭരണഘടനാവകാശത്തിന്റെ മേൽ കടന്നു കയറുന്നു എന്നായിരുന്നു. അതിന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത് ലൗഡ് സ്പീക്കർ ഉണ്ടാകുന്നതിന് മുമ്പാണ് മതങ്ങൾ ഉണ്ടായതും ഇത്രമേൽ പ്രചരിപ്പിക്കപ്പെട്ടതും. അതുകൊണ്ട് ലൗഡ് സ്പീക്കർ ഏതെങ്കിലും തരത്തിൽ നിരോധിക്കുന്നു എന്നതുകൊണ്ട് ദൈവവും ഭക്തനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഇത്തരം നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി മാറുന്നു. അതിൽ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമുണ്ടാവുന്നില്ല. ആ ആളുകളും ഇലക്ഷൻ ആകുമ്പോൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ആനകളുടെ കാര്യത്തിൽ ശുദ്ധ അസംബന്ധമാണ് ഈ രണ്ട് ദേവസ്വം ആളുകളും ഒപ്പം അതിന്റെ പൂര സമിതികളും കഴിഞ്ഞ 2 ദിവസമായി പ്രചരിപ്പിക്കുന്നത്. തൃശൂർ പൂരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു സർക്കുലർ ഇറക്കി എന്നാണ് പറയുന്നത്. ഈ സർക്കുലർ ഇറങ്ങിയത് 2008-ലാണ്. 2008-ലും 2009-ലും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇറക്കിയ സർക്കുലറാണ്. അത് നോട്ടിഫിക്കേഷന്റെ ഒരു പദവി കൊടുത്തിട്ടുണ്ട് 2008-ൽ അതിന്. അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ ഇറക്കിയ ഒരു കത്ത്, ആ കത്ത് ഇല്ലാതാക്കുന്നു എന്ന് ഏതെങ്കിലും വനം വകുപ്പ് മേധാവി എഴുതുന്നത് കൊണ്ടോ താൽക്കാലികമായി അത് പിൻവലിക്കുന്നതുകൊണ്ടോ നിയമം ഇല്ലാതാകുന്നില്ല. ഹൈക്കോടതി ഇന്ന് വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് നടത്താം എന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധിയിൽ 2007 വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ മറ്റെല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം ഈ ഇളവ് നടത്താൻ. അതായത് 10 മുതൽ 6 വരെയുള്ള നിരോധനം ഞങ്ങൾ നൽകുന്ന ഇളവ് സബ്ജക്ട് ടു ഓൾ അതർ റെസ്ട്രിക്ഷൻസ് എന്നാണ് പറഞ്ഞത്. മറ്റെല്ലാ റെസ്ട്രിക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തും. ശരി, തീർച്ചയായും അത് ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാണ്. പക്ഷേ അത് അവർക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ എസ് ഗുരുവായൂരപ്പൻ, ഇത് പുതുതായി ആനയുടെ കാര്യമെടുത്താൽ ഉള്ള നിബന്ധനകളല്ല, നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ മുൻപ് വിജ്ഞാപനം ചെയ്തിട്ടുള്ള ചട്ടങ്ങളിൽ വരുന്ന നിബന്ധനകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വനം വകുപ്പിൽ നിന്നൊരു നടപടി ഉണ്ടായപ്പോഴാണ് വലിയ പ്രതിഷേധമുണ്ടാവുകയും അത് പിൻവലിക്കേണ്ടി വരികയും ചെയ്തത്. ഇത്തരത്തിലുള്ള പൂരങ്ങൾക്കും മറ്റു ഉത്സവങ്ങൾക്കുമൊക്കെ ഇളവുകൾ കൊടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. അത് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലും മുൻപ് കൊടുത്തിട്ടുണ്ട്, ഇത്തവണയും അത് കൊടുക്കും, ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ കൊടുക്കും എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? ഇതിപ്പം നിയമങ്ങൾ ഒരു വഴിക്ക് പോകുന്നു, രാഷ്ട്രീയ നേതൃത്വം അതുപോലെ സമ്മർദ്ദ ശക്തികൾ മറ്റൊരു വഴിക്ക് അതിനെ വഴിതിരിച്ചു വിടുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾക്ക് ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ പുതുതായിട്ടൊരു നിയമസംഹിത നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പ്രത്യേകിച്ച് എക്സ്പ്ലോസീവ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ പ്രത്യേകിച്ച് പൂര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയൊരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അതിന് വേണ്ട കാലാനുസൃതമായ ഒരു മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ജനസംഖ്യ കൂടി, അതുപോലെ മേളങ്ങളുടെ ഇതെല്ലാം ശക്തിയും തീവ്രതയെല്ലാം കൂടിക്കഴിഞ്ഞു, ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്നു, പരിമിതമായ സ്ഥലത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പുതിയൊരു നമുക്ക് നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങണം. അതോടൊപ്പം ഈ ആചാരമെന്ത്, അനുഷ്ഠാനമെന്ത്, എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിശ്വാസിയും അതുപോലെ ഈ ക്ഷേത്ര സമിതി ഭാരവാഹികളും അതുപോലെ പള്ളി കമ്മിറ്റികളെല്ലാം കൃത്യമായിട്ടിരുന്ന് ആലോചിച്ച് ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ വാക്കാൽ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ദുരന്തങ്ങൾ വന്നതിന് ശേഷമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിന് മുന്നോടിയായിക്കൊണ്ട് ഇത് നമുക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ, അതായത് ശക്തമായ ഒരു നല്ലൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്തോ വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുകയാണ്, പീഡിപ്പിക്കുകയാണെന്നുള്ള രീതിക്കാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. യഥാർത്ഥ വിശ്വാസി അവിടെ ശാന്തമായും സ്വസ്ഥമായും വന്ന് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അവിടെ വന്ന് സ്വസ്ഥമായിട്ട് തിരിച്ചു പോകണം. ശ്രീ വി രാജേഷ്, പരവൂർ ദുരന്തം ഉണ്ടായതിനു ശേഷം മിക്കവാറും ഹൈന്ദവ സംഘടനകൾ സ്വീകരിച്ച നിലപാട്, NSS, SNDP അടക്കമുള്ള സംഘടനകൾ, ശിവഗിരി മഠം, RSSലെ ഒരു പ്രധാനപ്പെട്ട നേതാവും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ ഈ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള കമ്പക്കെട്ടും മറ്റും ഒഴിവാക്കണം,
ഇതിന് യാതൊരു തരത്തിലും ആചാരവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ശബരിമല തന്ത്രി ഇന്ന് അത് ആവർത്തിക്കുകയുണ്ടായി മേൽശാന്തിയും. ഇങ്ങനെ ഹൈന്ദവ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാവുന്ന ആളുകൾ ഇത് ഒരു അനാചാരമാണ്, ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ഒരു നിലപാടെടുക്കുകയും കുറേ ക്ഷേത്രങ്ങൾ സ്വമേധയാ ഇക്കുറി ഇത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു ഭാഗത്ത്. അതേസമയം രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് വലിയ ആശങ്ക ഒരു നിലപാടെടുക്കുന്ന കാര്യത്തിൽ? കാരണം ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിലാകട്ടെ അതല്ലെങ്കിൽ പൊതുവെ എടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലാകട്ടെ ഒരു ഉറച്ച നിലപാടോ ഇച്ഛാശക്തിയുള്ള സമീപനമോ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. അഭിലാഷ് RSSന്റെ ഒരു നേതാവല്ല, സംഘടനയുടെ അഭിപ്രായം തന്നെയാണ് വന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഒരു നടപടിയും പാടില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ഉത്തരത്തിൽ തന്നെ അവസാന ഭാഗത്തുണ്ടായിരുന്നു. എന്താ പരവൂരിൽ സംഭവിച്ചത്? പരവൂരിൽ നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും അധികാരികൾ പിന്നോട്ട് പോയി. ഓലപ്പുരയ്ക്കുള്ളിൽ മാത്രമാണ് വെടിമരുന്ന് സൂക്ഷിക്കാം എന്നുള്ള നിയമം നിലനിൽക്കെ കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിൽ ടൺ കണക്കിന് വരുന്ന വെടിക്കോപ്പുകൾ സ്വീകരിച്ചപ്പോഴേക്കും അതിനെ തടയേണ്ട അധികാരികൾ എവിടെയായിരുന്നു? അതിനെ തടയേണ്ട അധികാരികൾ ഉറക്കത്തിലായിരുന്നു. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ താങ്കൾ ചോദിച്ച ഒരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നു? രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴേക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയതുപോലെ ഓരോ പ്രദേശത്തും അധിവസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ വികാരങ്ങളും കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ, ഓരോ സംസ്കാരത്തിന്റെയും വികാരങ്ങൾ കൂടി കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലുള്ള എതിരഭിപ്രായം ശ്രീ വി രാജേഷ്, നിങ്ങൾ ഈ ജനങ്ങളുടെ വികാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഘടിതരായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ ഈ വലിയ ശബ്ദശല്യം, അതിമാരകമായ, ജീവന് തന്നെ ഭയാശങ്ക ഉണ്ടാക്കുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംഗതി വേണ്ട എന്ന് വിചാരിക്കുന്ന, കരുതുന്ന ഒരു വിഭാഗം ജനങ്ങളും ഉണ്ടല്ലോ. അവരെ കാണുന്നില്ല, അവരെ നിങ്ങൾ ജനങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്നില്ല, അവരുടെ വികാരത്തെ ജനവികാരമായി കാണുന്നേയില്ല. അല്ല, ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശബ്ദം വേണമെന്ന് ഇവിടെ ആരാ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് ആൻസർ ഉണ്ടാവും. പുൽമേട് ദുരന്തമുണ്ടായി. ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഒരുമിച്ച് ചേരുന്ന ആരാധനാലയങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇവിടുത്തെ അധികാരികൾ സ്വീകരിക്കുന്നില്ല. ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അപകടമുണ്ടാകുന്നത്. ശബരിമലയിൽ ഓരോ വർഷവും വലിയ അപകടം കൂടാതെ മുന്നോട്ട് പോകുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. താങ്കളൊന്ന് ശബരിമലയിലേക്ക് പോകുന്ന വ്യക്തിയാണല്ലോ, സീസണിലൊന്ന് സന്ദർശിച്ചു നോക്കൂ. എന്ത് മുൻകരുതലാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും തന്നെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല, ഗവൺമെന്റ് ചെയ്യുന്നില്ല, ശുദ്ധജലം പോലും കുടിക്കാൻ കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ സ്വീവേജ്, മാലിന്യ സംസ്കരണം നടക്കുന്നില്ല. ഇതൊക്കെ തന്നെ മഹാമാരികൾ പടർന്നു പിടിക്കാത്തത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ജില്ലാ കളക്ടർ ഉത്തരവിട്ടതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ഉത്തരവ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? സത്യം തുറന്നു പറഞ്ഞ ജില്ലാ കളക്ടറെ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്തുവാനുള്ള ഒരു ശ്രമമാണ് UDFന്റെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ആരാധനാലയങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു സർക്കാരിന്റെ കുറ്റമാണ് എന്ന് പറയുക അസാധ്യമാണ്. ശ്രീ വി രാജേഷ്, പുല്ലുമേട് ദുരന്തമുണ്ടായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നു. ഈ വലിയ ദുരന്തമുണ്ടായത് UDF സർക്കാരിന്റെ കാലത്താണ്. പക്ഷേ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഈ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് പ്രശ്നം. അതിപ്പോൾ ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും ഈ ദുരന്തങ്ങൾ ഈ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ. അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്താനാവില്ല. യെസ് അഭിലാഷ്, പുൽമേട് ദുരന്തം സംഭവിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സർക്കാരുകളും ചെയ്തിട്ടില്ല. അല്ല, അത് ഞാൻ പറയുന്നത് ശ്രീ വി രാജേഷ്, ഇനിയിപ്പോൾ BJP ആണ് കേരളം ഭരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് എങ്കിലും ഈ സംവിധാനം മാറാത്തിടത്തോളം യാതൊരു ഫലവുമില്ല. ഏത് കക്ഷി ഭരിക്കുന്നു എന്നുള്ളത് ഇക്കാര്യത്തിൽ അപ്രസക്തമാണ്. ശ്രീ വി രാജേഷ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ശശികുമാർ, ഇവിടെ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുറേ അധികം നിബന്ധനകൾ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ആ നിബന്ധനകളൊന്നും ഇപ്പോൾ എഴുതി ഉണ്ടാക്കുന്ന നിബന്ധനകളെ അല്ല, നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നവയാണ്. തൃശ്ശൂർ പൂരം പോലെയുള്ള വലിയ ആഘോഷങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇളവുകൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ അതിനെ അങ്ങേയറ്റം
വൈകാരികമായി കണ്ട് ചെറുത്തു നിൽക്കുന്നതിന് പകരം ഇക്കുറി ഒരു ദുരന്തത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് വേറൊരു മാർഗം ആലോചിക്കാം. കുറെ കൂടി സമവായത്തിൻ്റെ പാതയിൽ വെടിക്കെട്ടിൽ ശബ്ദ തീവ്രത കുറച്ച് അപകട സാധ്യതയില്ലാതെ വർണ്ണവിന്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്ത എന്തുകൊണ്ടാണ് ഈ ഉത്സവ കമ്മിറ്റിയെ സംബന്ധിച്ച് പോകാത്തതെന്നാണ് ഞാൻ അത്ഭുതം കൊള്ളുന്നത്. മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ ഒരാനയെ മാത്രം വെച്ച് പൂരം നടത്തിയിട്ടുണ്ടല്ലോ തൃശ്ശൂരിൽ. ഇവിടെ 112 സഹോദരങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ മരിച്ച് അവരുടെ വീടുകളിലെ നിലവിളി അവസാനിക്കാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വെടിക്കെട്ടിനെ കുറിച്ചും മേളത്തെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അഭിലാഷ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ 2 പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടു. 2008 നിയമമാണ് നാട്ടാന പരിപാലന നിയമം. അല്ല, ഒരിക്കലും അല്ല. 2003 നാട്ടാന പരിപാലന നിയമം കേരളത്തിലെ മറ്റൊരു സംസ്ഥാനത്തും കൊണ്ട് ഇല്ലാതിരുന്ന സമയത്ത് കേരളത്തിൽ നടപ്പാക്കി. 2012 നാട്ടാന പരിപാലന നിയമം പരിഷ്കരിച്ചു. 2012 നാട്ടാന പരിപാലന നിയമം കൊണ്ടുവന്ന് 2016 വരെ അത് കൃത്യമായിട്ട് നടന്നു വരുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ തലേ ദിവസം നാട്ടാന പരിപാലന നിയമത്തിൽ പറയാത്ത ചില കാര്യങ്ങൾ പുതിയൊരു സർക്കുലറായിട്ട് കൊണ്ടുവന്നാൽ അതിനെ നിയമത്തിന്റെ പേര് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. നാട്ടാന പരിപാലന നിയമത്തിലെ ആനകൾ എങ്ങനെയാണ് എഴുന്നള്ളിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടപെട്ട ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. നാട്ടാന പരിപാലന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ടോ? ഇന്നലെ ഇറങ്ങിയിട്ടുള്ള സർക്കുലർ വിട്ടേക്കുക. നാട്ടാന പരിപാലന നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണോ തൃശ്ശൂർ പൂരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത്? അതായത് നാട്ടാന പരിപാലന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുള്ളൂ. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാം, യാതൊരു സംശയവുമില്ല. നാട്ടാന പരിപാലന നിയമത്തില് ജില്ലാ കളക്ടർ ചെയർമാനായി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എങ്ങനെയാണ് ആനകളെ എഴുന്നള്ളിക്കേണ്ടത് എന്നതിനെ പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പറയൂ. അതായത് ഇളവ് കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. അതല്ലാതെ 11 മുതൽ 3 വരെ എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ച് നിയന്ത്രണങ്ങളുണ്ടല്ലോ. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് 12 മണിക്കൂർ വിശ്രമം നൽകണമെന്നുണ്ടല്ലോ. എഴുന്നള്ളിപ്പ് സ്ഥലത്ത് 12 മണിക്കൂർ മുൻപ് ആനകളെ എത്തിക്കണമെന്നുണ്ടല്ലോ. എഴുന്നള്ളിപ്പ് ദിവസം വെറ്ററിനറി സർജന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടല്ലോ. പകൽ എഴുന്നള്ളിച്ച ആനയെ രാത്രി എഴുന്നള്ളിക്കരുത് എന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ നിയമത്തിൽ പറയുന്നതാണ്. പിന്നെ ഈ പറയുന്നത് മാതിരി ഒരു സംവിധാനത്തിൽ ഇളവ് കിട്ടാൻ വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അതിനെ ഒരു മറയായിട്ട് എടുക്കുന്നത്. അതായത് ആനകൾക്ക് മതിയായ വിശ്രമം കൊടുത്തുകൊണ്ട് മാത്രമാണ് ആനകളെ എഴുന്നള്ളിക്കുള്ളൂ. പകൽ എഴുന്നള്ളിച്ച ആനയെ രാത്രി എഴുന്നള്ളിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാക്സിമം എഴുന്നള്ളിക്കാവുന്ന സമയം 8 മണിക്കൂറാണ്. ആ സമയം, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. തൃശ്ശൂർ പൂരത്തിന്റെ തെക്കോട്ടിറക്കത്തിന് പാർമേക്കാവ് ഭഗവതി വരുന്ന സമയത്ത് അത് പകുതി വഴിയിൽ വെച്ച് ഇറക്കി വെക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വ്യത്യാസം വരും. ആ ആനകളെ രാത്രി എഴുന്നള്ളിക്കുന്നില്ല. ആ കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അല്ലാതെ 8 മണിക്കൂറായി അല്ലെങ്കിൽ 6 മണിക്കൂറായി അന്ന് തടമ്പോടെ നിലത്തിറക്കി വെക്കുക എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ല. ഉത്സവത്തിന്റെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ നടക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റാത്തതാണോ ഈ നിയമം? തീർച്ചയായും. അതായത് ഈ നിയമത്തിനകത്ത് നിന്ന് ചെയ്യാനായിട്ട് ഈ കമ്മിറ്റിക്കാർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ശശികുമാർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം. അതായത് ഇപ്പം നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത്ര സമയത്തിനകത്ത് ചെയ്യാമെന്നുള്ള കാര്യം. ആ സമയത്ത് ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്തിനകത്ത് ചടങ്ങുകളെല്ലാം തീർക്കാമല്ലോ. കൃത്യമായിട്ട് ഇതെല്ലാം കണക്കുകൂട്ടിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമയപരിധിക്കകത്ത് നിർത്തി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചടങ്ങ് അതിൻ്റെ ഒരു വഴിക്ക് നടക്കും. ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഇവർ കേൾക്കില്ല. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഉദ്യോഗസ്ഥരെ തലയിലിടുക. എന്നിട്ട് കമ്മിറ്റിക്കാർ പറയും, അവിടുത്തെ വേലക്കാർ പറയും, ഇതിൻ്റെ സ്പോൺസേഴ്സ് പറയും ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമൊന്നും അല്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൈയൊഴിയുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അവസാനം ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും അധികാരപ്പെട്ട ആളുകളോ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മേലെ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. പിന്നെ ഈ ആനകളെ ഈ പറഞ്ഞ പോലെ രാവിലെയുള്ളത് വൈകുന്നേരം എഴുന്നള്ളിക്കുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കാരണം രാത്രി പൂരം കഴിഞ്ഞിട്ട് പുലർച്ചെ പൂരത്തിന് വണ്ടി കയറ്റിക്കൊണ്ടുപോവുക, അവിടെ കഴിയുമ്പോൾ വൈകുന്നേരത്തെ പൂരത്തിന് വേറെ സ്ഥലത്ത് കയറ്റിക്കൊണ്ടുപോകുക. ഇതെല്ലാം നമ്മൾ ദൃക്സാക്ഷികളാണ്.
പല പല കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആനകൾ ലോറിക്കിടെ മുകളിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങാണ്. പുലർച്ചെ രാത്രിയൊക്കെ ആയിട്ട് എത്ര സ്ഥലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ പേര് അതിന് സാക്ഷികളായിട്ടുണ്ട്. അതായത് രോഗം വന്ന്, വ്രണം വന്ന്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട്, ഒന്ന് നിന്ന് തിരിയാൻ പോലും നേരമില്ലാതെ, അതുപോലെ കുടിക്കാൻ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, വിശന്ന് വലഞ്ഞ് ഈ രോഗം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ആനകളെയാണ് ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എത്ര തെളിവ് വേണം? പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും വലിയ കച്ചവടക്കാരെ കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യം. ആരംഭിച്ചിട്ട് ഇതിപ്പോൾ 3.5 മാസമായി. ഇതിനോടകം സംസ്ഥാനത്ത് 249 ആനകളാണ് ഇടഞ്ഞിട്ടുള്ളത്. 9 ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവ സീസൺ ഒന്നെടുക്കൂ. കേരളത്തിലാകമാനം 15 ആളുകൾക്കാണ് കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവ സീസണിൽ ആന ഇടഞ്ഞത് മൂലം ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള യുക്തികൾ തിടമ്പ് പകുതിക്ക് വെച്ച് ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെയും ഇത് ആവർത്തിക്കുകയാണ്. ഇതിലെ പിന്നെയും ഇല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വർഷം 7 പേര് ആനകളുടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതിനാരും ഇല്ല എന്ന് ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ പേര് പറഞ്ഞുകൊണ്ട്, അതായത് കഴിഞ്ഞ വർഷം 15 പേര്, ഞങ്ങൾക്കറിയില്ല, ഇവിടെ ആനകളെ മുഴുവൻ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ആനയെ വാങ്ങിച്ചുകൊണ്ട് ഉത്സവ കമ്മിറ്റിക്ക് അതിനെ പീഡിപ്പിക്കാൻ കൊടുക്കുമെന്ന് ഞാൻ ആരും കരുതുന്നില്ല. ഇത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നിരുന്നു. ഫോട്ടോ 2-3 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ എന്നോ നടന്നൊരു സംഭവത്തിന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഈ പരിസ്ഥിതി പ്രേമികൾ അല്ലെങ്കിൽ ആനപ്രേമികൾ എന്ന് പറയുന്നവരെല്ലാം കൊണ്ടുകൊടുക്കുന്നത് എന്നൊരു വിരോധാഭാസം നമ്മൾ മനസ്സിലാക്കണം. ഏതാനയാണ് ഇവിടെ പീഡിപ്പിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കട്ടെ. റൈറ്റ്. ഇതിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. ഈ വെടിക്കെട്ടിന് ഒക്കെ സമീപത്ത് ജീവിക്കുന്ന, ഈ വെടിക്കെട്ടിനോട് ഒട്ടും താല്പര്യമില്ലാത്ത പൗരനും ആ അവകാശമുണ്ടല്ലോ. ആ അവകാശം ഉറപ്പു നൽകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആന ഇടയുമ്പോൾ ആനപ്രേമിയാണോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ആളാണോ മരിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഈ അടിസ്ഥാനപരമായ മൗലികാവകാശം ലംഘിക്കപ്പെടുകയാണ്. മതങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾക്ക് ഒരലോസരവും ഇല്ലാതെ നോക്കണം എന്ന് ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും നിർബന്ധം പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഈ പറയുന്ന മൗലികാവകാശത്തിന് എവിടെയാണ് പരിഗണന കിട്ടുന്നത്? മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശം നടപ്പാക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുള്ളതാണ്. ആ ഭരണകൂടം തന്നെ അതിൽ നിന്ന് വ്യതിചലിച്ച് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പങ്കജാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീ, ഈ പരവൂർ ക്ഷേത്രത്തിന് തൊട്ട് ചേർന്ന്, ഞാൻ ആ വീട് പോയി കണ്ടതാണ്, വീട് വെച്ച് താമസിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഈ ആചാരങ്ങളുടെയൊക്കെ പേര് പറയുന്ന ആചാരങ്ങളൊക്കെ നടത്തി തുടങ്ങിയ കാലത്ത് ഇവിടെ ഇത്രയും മനുഷ്യരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനസംഖ്യ പെരുകി, എത്രയോ മടങ്ങ് പെരുകി, ഭൂമി കുറഞ്ഞു. അമ്പലങ്ങളുടെ ചുറ്റാകെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്നു. ആൾതാമസമില്ലായിരുന്നിടത്ത് എന്ത് ആചാരവും നടത്താമായിരുന്നു. ഇപ്പോൾ അമ്പലത്തിന് ചുറ്റും വീടുകളെല്ലാം വെച്ച് ആളുകൾ പാർക്കുന്ന അവസരത്തിൽ പഴയ ആചാരങ്ങൾ അതുപോലെ തുടരുമെന്ന് വെച്ചാൽ ആചാരത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കണമെന്നാണ് ഈ പറയുന്നത്. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക. അവൻ മരിച്ചു വീഴണമോ ആചാരങ്ങൾ സംരക്ഷിക്കണമോ? ആചാരങ്ങൾ ഇതുപോലെ മനുഷ്യനെ കൊല്ലുന്ന സമ്പ്രദായങ്ങളുണ്ടെങ്കിൽ ആ സമ്പ്രദായങ്ങൾ മാറ്റണം. ഉത്സവം നടത്തണമെന്ന് ആരും പറയുന്നില്ല. എല്ലാ മനുഷ്യനും അവൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരുമിക്കുന്നവരാണ്. അത് ക്ഷേത്രങ്ങളോട് ആദരവുള്ളവരും ആദരവില്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നവരാണ്. അവൻ്റെ ജീവൻ അപകടപ്പെടുന്ന വിധത്തിൽ ഈ ഉഗ്ര സ്ഫോടനമുള്ള പടക്കുകളും ഇതെല്ലാം അമിട്ടുകളും കത്തിച്ചേ ആചാരമാകൂ എന്ന് പറയുന്നെങ്കിൽ അതിനോട് ഒരു യോജിപ്പുമില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എക്സ്പ്ലോസീവ് ഡയറക്ടറേറ്റ് ഈ പരവൂരിലെ കമ്പം കെട്ടുന്നതിന് പാടില്ല, അനുമതി കൊടുക്കാൻ പാടില്ലെന്ന് കളക്ടർക്കും പോലീസ് കമ്മീഷണർക്കും രേഖാമൂലം എഴുതി കൊടുത്തതാണ്. അതിനെ ഇവർ ലംഘിക്കുകയാണ്. കളക്ടർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടത്താൻ പാടില്ലെന്ന് പറയുന്നു, ഉത്തരവ് കൊടുക്കുന്നു. പോലീസ് മേധാവിയും കൂടി ചേർന്നാണ് ആ ഉത്തരവ് നടപ്പാക്കേണ്ടത്. ആ നടപ്പാക്കേണ്ട പോലീസ് മേധാവി മൗനാനുവാദം കൊടുത്ത് നടപ്പാക്കുന്നു. ആ ക്ഷേത്രത്തിന് ചുറ്റാകെ 100 മീറ്ററിന് അകലെ മാത്രമേ ആളിന് നിൽക്കാവൂ. കമ്പം കെട്ടുന്നിടത്ത് നിൽക്കാവുന്ന വ്യവസ്ഥയുണ്ട്. അവിടെ അങ്ങനെ നിൽക്കാൻ സ്ഥലമില്ല. അവിടെ ആളുകളെല്ലാം ആ കമ്പം കെട്ടുന്നതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നിടത്ത് കമ്പം കെട്ടാൻ പാടില്ല, മത്സര കമ്പം കെട്ടാൻ പാടില്ല എന്ന് പറയാൻ ഒരു പോലീസുകാരൻ അവിടെ ഉണ്ടാവണ്ടേ?
ശരി, പിന്നെ അവരെ ഗവൺമെന്റ് അവിടെ സംബന്ധിച്ച് അത് സാധിക്കില്ല എന്നുള്ളതാണ് പോലീസ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ശ്രീ ഹരീഷ് അമ്പലവാസികൾക്ക് വാസുദേവൻ, അമ്പല നമുക്ക് കമ്മിറ്റിക്കാർക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ നിർദ്ദേശം കൊടുത്തു എന്നാണ് 125 പറയുന്നത്. ഡെസിബൽ ആര് എന്ന പറഞ്ഞിട്ട് ശബ്ദ കൊടുത്തു? പരിധി കോടതികൾ ഏതെങ്കിലും ഒരു പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് നിയമം ലംഘിക്കാൻ ഇതൊക്കെ അവകാശമുണ്ടോ? നടക്കുന്ന കാര്യമാണോ? ആ പോലീസ് അല്ലെങ്കിൽ തന്നെ ഈ നോയിസ് പൊല്യൂഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ ഉള്ളതാണ്, എവിടെയും അത് നടപ്പാക്കുന്നതായി നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഡെസിബലിന്റെ ഒക്കെ കണക്ക് കോടതിക്ക് പറയാമെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? 4 പോയിന്റുകൾ അഭിലാഷ്. ഒന്ന്, ആനകൾ അങ്ങനെ യഥേഷ്ടം പീഡിപ്പിക്കപ്പെടാതെ പോകുന്നു എന്നത് തെറ്റാണ്. ഇലഞ്ഞിത്തറ മേളത്തിനിടയിൽ ഈരാറ്റുപേട്ട അയ്യപ്പൻ കൊഴിഞ്ഞു വീണത് നമ്മൾ 5 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് മംഗലാംകുന്ന് കർണൻ എഴുന്നള്ളത്തിനിടെ കൊഴിഞ്ഞു വീണത് ഇന്ന് വാർത്ത നമ്മൾ കേട്ടു. 2 കണ്ണും കാണാത്ത ഒരാനയെ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും കൊണ്ടു നടന്നിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അവർ 2 പേരെ കൊന്നതിന് ശേഷമാണ് അവനെ ബാൻ ചെയ്തത്. ഇത്തരത്തിലെ ആനകളുടെ ലിസ്റ്റ് ഇഷ്ടം പോലെ തരാം. 2 കണ്ണും കാണാത്ത, 1 കണ്ണ് കാണാത്ത, ഫിറ്റ്നസ് ഇല്ലാത്ത ആനകളെ ക്രൂരമായി പീഡിപ്പിച്ച് ഉത്സവങ്ങൾ കൊണ്ടുപോകുന്നത് യാഥാർത്ഥ്യമാണ്. അഭിലാഷ് ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉത്സവ സംഘത്തിന്റെ പ്രതിനിധിക്ക് ഇത് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ ഇത് മനസ്സിലാവാത്തതുകൊണ്ടല്ല. ഇതിന്റെ പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക താല്പര്യമുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല പൂരമായിട്ടുള്ളത്. ഓരോ ആനയ്ക്കും 85 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ഏക്കം കിട്ടി ഒരു വർഷത്തിൽ ഓടിച്ച് നടത്തി ഈ ഉത്സവങ്ങൾ നടത്തുക എന്നതിന്റെ വലിയ സാമ്പത്തിക ഒരു താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട്. ആ താല്പര്യം കേരളത്തിലെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരസമിതികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുമായി അതിന്റെ പങ്ക് ഷെയർ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇത് എതിർപ്പില്ലാതെ നടക്കുന്നത്. 3ാമത്തെ പോയിന്റ്, 125 ഡെസിബൽ എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. കാരണം നേരത്തെ സുപ്രീം കോടതി 2007 ഇളവ് കൊടുത്ത വിധിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഏതെങ്കിലും സൈലൻസ് സോൺ ഉണ്ടെങ്കിൽ, മറ്റ് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും 45 ഡെസിബൽ 100 മീറ്ററിനകത്ത് അമ്പലത്തിന്റെയോ ആശുപത്രിയുടെയോ പരിസരത്ത് 45 ഡെസിബൽ മാത്രമേ പറ്റുള്ളൂ. ഇത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും ഒരു കളക്ടറുടെ കയ്യിലോ ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിലോ തൃശ്ശൂരിൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ച ഡെപ്യൂട്ടി കളക്ടർ പറയുണ്ടായി, തൃശ്ശൂർ ഇപ്പോഴത്തെ അല്ല, തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ, അദ്ദേഹം പറഞ്ഞു ഒരു സംവിധാനവും ഇല്ലാതെ ഞങ്ങൾ എല്ലാ വർഷവും പോയി ഞങ്ങൾ അവിടെ ചെന്ന് എന്ത് പരിശോധിക്കാനാണ്? ഞങ്ങളുടെ കയ്യിൽ ഡെസിബിൾ അളക്കുന്ന യന്ത്രമില്ല, പോലീസുകാരുടെ കയ്യിലില്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കയ്യിലില്ല, എന്ത് വെച്ചാണ് ഞങ്ങൾ ഇത് തീർച്ചയായും അങ്ങനെയൊക്കെ ഇവിടെ ഡെസിബലിന്റെ കണക്ക് പറയുമ്പോഴും എങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കും എന്നതിന്റെ ഉത്തരം നമ്മൾ ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ വി രാജേഷ്, ശ്രീ വി ശശികുമാർ, ശ്രീ എസ് ഗുരുവായൂരപ്പൻ.